രാജശേഖര പാണ്ഡ്യൻ മണികണ്ഠനെ ബാല്യത്തിലെ ഗുരുകുലത്തിൽ അയച്ചു. പെട്ടെന്ന് തന്നെ ഏറ്റവും മിടുക്കനായ ശിഷ്യനായി അവൻ മാറി. ചെറിയ കാലം കൊണ്ട് അസ്ത്രവിദ്യയിൽ പ്രാവീണ്യം നേടി. കൂടാതെ വേദശാസ്ത്രങ്ങളിൽ അഗാധമായ അറിവ് സമ്പാദിച്ചു. ഇതുകണ്ട ഗുരു അത്ഭുതപ്പെട്ടു. മണികണ്ഠൻ ഒരു അവതാര പുരുഷനാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഗുരുകുല പഠനം കഴിഞ്ഞ് കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ നേരം ഗുരുദക്ഷിണയായി ഈ ശിഷ്യൻ അങ്ങേക്ക് എന്തു തരണമെന്ന് മണികണ്ഠൻ ചോദിച്ചു. മണികണ്ഠന്റെ ജ്ഞാനമറിയാവുന്ന ഗുരു ആവശ്യപ്പെട്ടത് ഇതാണ്: എനിക്ക് ഒരേ ഒരു മകനാണുള്ളത്. അവന് സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല. അതിനുള്ള കഴിവ് അവൻ ഉണ്ടാക്കി കൊടുക്കണം. ഉടനെ ഗുരുപുത്രനെ വാത്സല്യത്തോടെ അടുത്തു നിർത്തിയ ശേഷം തലയിലൊന്ന് തലോടി. അതോടെ ആ കുട്ടി സംസാരിച്ചു തുടങ്ങുകയും അവന് കേൾവിശക്തി ലഭിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ചെറുപ്പത്തിലെ ഇത്തരത്തിലുള്ള പല അത്ഭുത വിദ്യകളും മണികണ്ഠൻ കാണിച്ചു തുടങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. ഗുരുകുല പഠനം കഴിഞ്ഞ് മണികണ്ഠൻ കൊട്ടാരത്തിലെത്തിയപ്പോഴേക്കും രാജശേഖര പാണ്ഡ്യന്റെ ഭാര്യ ഗർഭിണിയായിരുന്നു. തിരിച്ചെത്തിയ മണികണ്ഠൻ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചു തുടങ്ങി. രാജാവിനും അതിൽ വലിയ താല്പര്യമുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മന്ത്രിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. താമസിയാതെ രാജ്ഞി ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. രാജരാജൻ എന്ന് പേരുമിട്ടു. പക്ഷേ മണികണ്ഠനോടായിരുന്നു രാജാവിന് ഏറെ ഇഷ്ടം. മണികണ്ഠൻ ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തെ സഹായിച്ചു. ഇതിനിടെ പല അത്ഭുത വിദ്യകളും കാട്ടി മണികണ്ഠൻ ജനങ്ങളെയും അമ്പരപ്പിച്ചു. ഈ സമയത്ത് വാവർ എന്നൊരു കൊള്ളക്കാരനും സംഘവും നാട്ടിലെങ്ങും അഴിഞ്ഞാടിയിരുന്നു. അയാളുടെ ശല്യം സഹിക്കാനാകാതെ നാട്ടുകാർ രാജാവിന് മുന്നിലെത്തി പരാതി പറഞ്ഞു. വാവരെ നേരിടാൻ നാട്ടിലുള്ളവർക്കോ കൊട്ടാരത്തിലെ സൈന്യത്തിനോ ധൈര്യമുണ്ടായിരുന്നില്ല. ഇതറിഞ്ഞ മണികണ്ഠൻ താൻ വാവരെ വരുതിയിലാക്കാമെന്നും അതിന് അനുവദിക്കണമെന്നും പിതാവിനോട് അപേക്ഷിച്ചു. മകനെ കൊള്ളക്കാരന്റെ ആക്രമണത്തിന് ഇരയാക്കണോ എന്ന് രാജാവ് ശങ്കിച്ചെങ്കിലും ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ പുത്രനെ ദൗത്യത്തിനായി പറഞ്ഞയച്ചു. ചില ശാസ്താംപാട്ടുകളിൽ വാവർ ഒരു കടൽ കൊള്ളക്കാരനായിരുന്നതായി പറയപ്പെടുന്നു. എങ്കിലും ദയാലുവും നല്ല മനസ്സിനുടമയുമായിരുന്നു എന്നും പരാമർശമുണ്ട്. പന്തളം രാജ്യത്തിന് കീഴിലുണ്ടായിരുന്ന ആലപ്പുഴ ജില്ലയിലെ ചില തീരപ്രദേശങ്ങളിൽ കടൽ വഴി കച്ചവടം നടത്തുന്നതിന് രാജാവിന് നികുതി കൊടുക്കണമായിരുന്നു. അറബി നാടുകളിൽ നിന്നും വന്ന ചിലർ ഇതിനു വഴങ്ങിയില്ല. വാവരായിരുന്നു അതിൽ പ്രമുഖൻ. ഇതേ തുടർന്നാണ് പന്തളം രാജാവിന്റെ അനുമതിയോടെ അയ്യപ്പൻ വാവരോട് യുദ്ധം ചെയ്തതെന്നും പരാജയപ്പെടുത്തിയതെന്നും പറയപ്പെടുന്നു. അയ്യപ്പന്റെ ദൈവികത്വം തിരിച്ചറിഞ്ഞ വാവർ അദ്ദേഹത്തിനൊപ്പം പോരുകയായിരുന്നു എന്ന് ചില അയ്യപ്പ പാട്ടുകളിൽ കാണുന്നു. യുദ്ധത്തിനു ശേഷം ആത്മസുഹൃത്തായി മാറിയ വാവരെ കുറിച്ചാണ് ശാസ്താംപാട്ടുകളിൽ വിവരിക്കുന്നത്. അയ്യപ്പൻ കുതിരപ്പുറത്തേറിയും വാവർ ആനപ്പുറത്തേറിയുമാണ് യുദ്ധം ചെയ്തതെന്ന് പാട്ടുകളിൽ പറയുന്നുണ്ട്. ഇരുവരും ശക്തന്മാരായിരുന്നുവെന്നും ആര് ജയിക്കുമെന്ന് ഉറപ്പാക്കാൻ കഴിയാതെ വന്നപ്പോൾ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ വാവര് സമ്മതിച്ചു എന്നാണ് പറയപ്പെടുന്നത്. രാജാവിന് നികുതി അഥവാ കപ്പം കൊടുക്കാത്തതിൽ പ്രകോപിതനായ അയ്യപ്പൻ വാവരുടെ കപ്പലിന്റെ പായ്മരങ്ങൾ നശിപ്പിച്ചതോടെ ഭയപ്പെട്ട വാവർ തന്റെ കൈവളയൂരി നികുതിയായി കൊടുത്തെന്നും ചില ശാസ്താംപാട്ടുകളിൽ കാണുന്നു. അയ്യപ്പൻ വിളക്കിന് വാവരംഗം എന്ന ശാസ്താംപാട്ട് പാടി അവതരിപ്പിക്കാറുമുണ്ട്. ഇത് അയ്യപ്പനും വാവരും തമ്മിലുള്ള യുദ്ധത്തിന്റെ നാടകാവിഷ്കാരമാണ്. ഇതിൽ വാവരുടെ വേഷം ലുങ്കി, പച്ചത്തൊപ്പി, ബെൽറ്റ് എന്നിവയാണ്. വാവരെ പരാജയപ്പെടുത്തിയതോടെ നാട്ടിലെങ്ങും മണികണ്ഠന്റെ വീരത്വം പ്രചരിച്ചു. രാജശേഖര പാണ്ഡ്യൻ ഏറെ സന്തോഷിച്ചു. ജനങ്ങൾ മണികണ്ഠനെ യുവരാജാവായി മനസ്സിൽ വാഴിച്ചു. ദത്തുപുത്രനെ തന്റെ അനന്തരാവകാശിയാക്കാൻ രാജശേഖര പാണ്ഡ്യൻ തീരുമാനിച്ചു. രാജ്ഞിക്ക് മണികണ്ഠനേക്കാൾ കൂടുതൽ ഇഷ്ടം സ്വന്തം പുത്രനായ രാജരാജനോടായിരുന്നു. മണികണ്ഠൻ തനിക്ക് ഭീഷണിയാകുമെന്ന് മന്ത്രി വിശ്വസിച്ചു. അങ്ങനെ മണികണ്ഠനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കാനായി മന്ത്രി തീരുമാനിച്ചു. ഇതിനായി അദ്ദേഹം രാജശേഖര പാണ്ഡ്യന്റെ ഭാര്യയെയും കൂട്ടുപിടിച്ചു. മന്ത്രിയുടെ കുടിലതന്ത്രം തന്റെ സ്വന്തം പുത്രനെ അധികാരത്തിലെത്തിക്കാൻ സഹായിക്കുമെന്ന് അവർ വിശ്വസിച്ചു. രാജ്യം അന്യാധീനപ്പെടുന്ന കാര്യമാണ് രാജാവ് ചെയ്യുന്നതെന്ന് കരുതി രാജ്ഞിക്ക് മണികണ്ഠദാസിയായി കഴിയേണ്ടി വരില്ലേ തുടങ്ങിയ കുത്തുവാക്കുകളും കേട്ട് അവർ അതീവ ദുഃഖിതയായി. എങ്ങനെയും തന്നെയും തന്റെ മകനെയും രക്ഷിക്കണമെന്ന് പറഞ്ഞു. മന്ത്രിയുടെ വീട്ടിൽ ഒരു വിരുന്നൊരുക്കാമെന്നും അതിനിടെ അതീവ രഹസ്യമായി മണികണ്ഠന്റെ ആഹാരത്തിൽ വിഷം കലർത്താമെന്നും തീരുമാനിച്ചു. അതുപോലെ കാര്യങ്ങൾ നടന്നെങ്കിലും മണികണ്ഠന് ഒന്നും സംഭവിച്ചില്ല.
ഇതോടെ രാജ്ഞിയും മന്ത്രിയും മറ്റൊരു പദ്ധതി ആസൂത്രണം ചെയ്തു. ഇതിനായി ഒരു വൈദ്യനെയും അവർ കൂടെ കൂട്ടി. അങ്ങനെ രാജ്ഞി രോഗം അഭിനയിച്ചു. അന്തഃപുരത്തിലെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാതെ അവർ നിലവിളിച്ചു. ഇതോടെ രാജാവ് വിഷമത്തിലായി. വൈദ്യനെ വിളിച്ചുകൊണ്ടുവരാൻ അദ്ദേഹം മന്ത്രിയെ ചുമതലപ്പെടുത്തി. വൈദ്യൻ വന്നു. രാജ്ഞിയെ പരിശോധിച്ചു. അതികഠിനമായ തലവേദനയാണ് പിടിപെട്ടിരിക്കുന്നതെന്ന് രാജാവിനെ അറിയിച്ചു. എന്താണ് പ്രതിവിധിയെന്ന് രാജാവ് ചോദിച്ചു. സിദ്ധവൈദ്യമനുസരിച്ച് ഒരു ഒറ്റമൂലി കൊടുക്കാമെന്ന് വ്യക്തമാക്കി. പക്ഷേ അതിനൊരു പ്രശ്നമുണ്ടെന്നും അറിയിച്ചു. അതെന്താണെന്ന് രാജാവ് തിരക്കി. മരുന്ന് പുലിപ്പാലിൽ കലക്കി കൊടുത്താലേ രോഗം മാറുകയുള്ളൂ എന്ന് വൈദ്യൻ പറഞ്ഞതോടെ രാജാവ് സങ്കടത്തിലായി. പുലിപ്പാൽ എങ്ങനെ കിട്ടും? പുലിയെ വേട്ടയാടിയാലും കൊന്നല്ലേ പിടിക്കുന്നത്. പുലിപ്പാലില്ലാതെ രോഗം മാറില്ലെന്ന് വൈദ്യൻ ആവർത്തിച്ചു. വിഷമിച്ചിരിക്കുന്ന രാജാവിനരികിലേക്ക് മണികണ്ഠനെത്തി. പിതാവേ, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങയും മാതാവും ദുഃഖിക്കാൻ പാടില്ല. രണ്ടുപേരുടെയും ആഗ്രഹം സാധിച്ചു തരാതെ ഇനി എനിക്ക് വിശ്രമമില്ല. അമ്മയുടെ കരച്ചിൽ എന്നെ വല്ലാതെ അലട്ടുന്നു. അതുകൊണ്ട് ഞാൻ പുലിയെ തേടി ഇറങ്ങുകയാണ്. നിങ്ങളുടെ അനുഗ്രഹമുണ്ടെങ്കിൽ പുലിപ്പാലുമായി ഞാൻ മടങ്ങി വരൂ. അതുകൊണ്ട് എന്നെ പോകാൻ അങ്ങ് അനുവദിക്കണം. മണികണ്ഠൻ ഇങ്ങനെ ആവശ്യപ്പെട്ടെങ്കിലും രാജശേഖര പാണ്ഡ്യൻ വഴങ്ങിയില്ല. ജീവൻ മരണ പോരാട്ടത്തിന് മകനെ വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. മകന്റെ തീരുമാനം ഭാര്യയുടെ അവസ്ഥ പോലെ തന്നെ അദ്ദേഹത്തെ ദുഃഖിതനാക്കി. എന്നാൽ പിതാവിന് ധൈര്യവും ആത്മവിശ്വാസവും പകരുന്ന രീതിയിലാണ് മണികണ്ഠൻ സംസാരിച്ചത്. താൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ല കാര്യത്തിന് പിതാവ് തടസ്സം നിൽക്കുന്നത് ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് ശരിയല്ലെന്നും ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ രാജാവ് മനസ്സില്ലാ മനസ്സോടെ പുത്രനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. ശിവനെയും വിഷ്ണുവിനെയും പ്രാർത്ഥിച്ചുകൊണ്ടാണ് മണികണ്ഠൻ പുലിവേട്ടയ്ക്കായി വനത്തിലേക്ക് പോയത്. ഇത് കണ്ട് പ്രജകളടക്കം പലരും പ്രാർത്ഥിച്ചു. മന്ത്രി അടക്കമുള്ള ചുരുക്കം ചിലർ തങ്ങളുടെ പദ്ധതി വിജയിക്കാൻ പോകുന്നതിന്റെ സന്തോഷത്തിൽ ഉള്ളിൽ ചിരിച്ചു. മടങ്ങി വരുമ്പോൾ ഞങ്ങൾക്കും ഓരോ പുലിക്കുട്ടികളെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ചിലർ കളിയാക്കി. അപ്പോഴും മകനൊരാപത്തും വരാതെ തിരികെ വരണേ എന്ന് രാജശേഖര പാണ്ഡ്യൻ മനമുരുകി പ്രാർത്ഥിച്ചു. പുലിവേട്ടയ്ക്കിറങ്ങിയ മണികണ്ഠന്റെ പ്രാർത്ഥന പിതാവ് സാംബ സദാശിവനും മാതാവായ മോഹിനിയുടെ രൂപമെടുത്ത വിഷ്ണുവും കേട്ടു. പരമശിവൻ മകനെ രക്ഷിക്കാനായി തന്റെ ഭൂതഗണങ്ങളെ അയച്ചു. വിഷ്ണു മായാശക്തി ഉപയോഗിച്ച് പുലികളെ സൃഷ്ടിച്ച് വനത്തിലേക്ക് അയച്ചു. മണികണ്ഠൻ പറയുന്നത് പോലെ അനുസരിക്കണമെന്നും നിർദ്ദേശിച്ചു. ഇതിനും കുറെ കാലം മുൻപ് ദേവന്മാരിൽ ഒരാളായ ദത്തൻ ദേവസ്ത്രീയായ ലീലയെ പ്രണയിച്ച് വിവാഹം കഴിച്ചു. ധർമ്മപ്രവൃത്തികളിൽ തൽപരനായിരുന്ന ദത്തന് പിന്നീട് ലൗകിക ജീവിതത്തോട് വിരക്തിയുണ്ടായി. അങ്ങനെ അദ്ദേഹം സാമൂഹ്യ സേവനത്തിനായി ജീവിതം മാറ്റിവെച്ചു. അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് എങ്ങനെയും തന്റെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ ലീല പഠിച്ച പണി 18 നോക്കി. തന്നെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച ലീലയെ നീ മഹിഷി അഥവാ എരുമയുടെ രൂപത്തോടെ അസുരവംശത്തിൽ ജനിക്കട്ടെ എന്ന് ദത്തൻ ശപിച്ചു. ഞാൻ മഹിഷിയായി ജനിക്കുമ്പോൾ അങ്ങൊരു മഹിഷം അഥവാ പോത്തായി പിറന്ന് എന്റെ കൂടെ ജീവിക്കാൻ ഇടയാകട്ടെ എന്ന് ലീല തിരിച്ചു ശപിച്ചു. എരുമയായി മാറിയ ലീല അട്ടഹാസത്തോടെ വനത്തിലേക്ക് ഓടി. അവിടെ ഒരു ഗുഹയിലിരുന്ന് ഘോര തപസ്സനുഷ്ഠിച്ച് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങി. അതോടെ ദേവലോകത്തെ അവൾ കൈപ്പിടിയിലാക്കാൻ നോക്കി. ദേവേന്ദ്രനെയും ദേവന്മാരെയും യുദ്ധത്തിന് വിളിച്ചു. രക്ഷയില്ലാതെ ദേവന്മാരും ഇന്ദ്രനും ബ്രഹ്മാവിനെ നേരിൽ കണ്ട് രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചു. തന്നെ കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാനാവില്ലെന്നറിയാവുന്ന ബ്രഹ്മാവ് ശിവനുമായും വിഷ്ണുവുമായും ചർച്ച നടത്തി. അതിനുശേഷം മൂവരും കൂടി മായാശക്തിയാൽ ഒരു സുന്ദരമായ പോത്തിനെ സൃഷ്ടിച്ചു. എരുമയുടെ രൂപമുള്ള ലീലയ്ക്ക് ആ പോത്തിനോട് ഇഷ്ടം തോന്നി. അങ്ങനെ ഇരുവരും ഭൂമിയിലെത്തി. ഇവിടെയുള്ള കാട്ടുപോത്തുകളും എരുമകളും ഇവരുടെ പരമ്പരകളാണെന്നാണ് വിശ്വാസം. ഭൂമിയിലേക്ക് എത്തിയിട്ടും മഹിഷി അടങ്ങിയിരുന്നില്ല. ദേവന്മാരെ നിരന്തരം ഉപദ്രവിച്ചു. അങ്ങനെ ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനും മണികണ്ഠനെ കൊണ്ട് മഹിഷിയെ വധിക്കാമെന്ന് തീരുമാനിച്ചു. ഈ സമയത്താണ് അമ്മയുടെ അസുഖം മാറ്റാനായി മണികണ്ഠൻ പുലിപ്പാല് തേടി കാട്ടിലെത്തിയത്. മണികണ്ഠനെ കണ്ട മഹിഷി അവന്റെ പുറത്ത് ചാടി വീണു. ആയോധന കലകളിലും അഭ്യാസമുറകളിലും വിദഗ്ധനായിരുന്ന മണികണ്ഠൻ മഹിഷിയുമായി ഏറ്റുമുട്ടി. അതിനിടെ മഹിഷിയെ എടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ചോര തുപ്പിക്കൊണ്ട് മഹിഷി നിലത്ത് വീണു. അതോടെ ശാപമോക്ഷവും കിട്ടി. അങ്ങനെ പഴയ സുന്ദരിയായ ലീലയായി മാറി.
അവൾ മണികണ്ഠന്റെ കാലിൽ തൊട്ട് നമസ്കരിച്ചു. ഒപ്പം തന്നെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായ മണികണ്ഠൻ അതിന് തയ്യാറായില്ല. പകരം സഹോദരിയായി ഇടതുഭാഗത്ത് കുറച്ചകലെ ഇരിക്കാൻ അനുവാദം കൊടുത്തു. ആ ദേവസ്ത്രീയാണ് പിന്നീട് മാളികപ്പുറത്തമ്മയായി മാറിയതെന്ന് പറയപ്പെടുന്നു. ഇതിന് മറ്റൊരു കഥ കൂടിയുണ്ട്. ഏതെങ്കിലും ഒരു മണ്ഡലകാലത്ത് ഒരു കന്നി അയ്യപ്പൻ പോലും തന്നെ കാണാനായി ശബരിമലയിൽ എത്താതിരുന്നാൽ ലീലയെ വിവാഹം കഴിക്കാമെന്നും മണികണ്ഠൻ വാക്കുകൊടുത്തു. അത് ഇന്നും സാധ്യമായിട്ടില്ല. ഈ ഐതിഹ്യത്തിൽ നിന്നാണ് എസ് രമേശൻ നായർ ഒരു പാട്ട് എഴുതിയത്. പടിപൂജ കഴിഞ്ഞ് പന്തലൊഴിഞ്ഞു, പാവന ജ്യോതി കണ്ട ആളുകൾ പിരിഞ്ഞു, മനസ്സിലൊരായിരം മോഹവുമായി മാളികപ്പുറത്തമ്മയ്ക്ക് എഴുന്നള്ളത്ത്, ഇന്ന് ശരംകുത്തിയാൽ വരെ എഴുന്നള്ളത്ത് എന്ന പാട്ട്. മാളികപ്പുറത്തമ്മയുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ ഇങ്ങനെയാണ്. മണികണ്ഠൻ കളരി പഠിക്കാൻ ചെന്ന മുഹമ്മയിലെ ചീരപ്പൻ ചിറ തറവാട്ടിലെ കളരി ഗുരുവിന്റെ മകളായ ചെറൂട്ടിയാണ് മാളികപ്പുറത്തമ്മ എന്നാണ് മറ്റൊരു വിശ്വാസം. ചെറൂട്ടിക്ക് മണികണ്ഠനോട് പ്രണയം തോന്നുകയും അത് പറയുകയും ചെയ്തു. എന്നാൽ താൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണെന്നാണ് മറുപടി നൽകിയത്. പിന്നീട് അയ്യപ്പനെ കാണാൻ പോയ ചെറൂട്ടിയെ വാവരാണ് അയ്യപ്പന്റെ അടുത്ത് എത്തിച്ചതെന്നാണ് മറ്റൊരു ഐതിഹ്യം. മഹിഷിയെ മർദ്ദിച്ച മണികണ്ഠന് മുന്നിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു. മകനെ, നിന്റെ പ്രവൃത്തിയിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ശബരികുലത്താലെ യോഗിനിയായ ശബരി മോക്ഷത്തിനായി നിന്നെ കാത്തിരിക്കുകയാണ്. അവൾക്കത് കൊടുത്ത ശേഷം പുലികളുമായി കൊട്ടാരത്തിലേക്ക് പോവുക. മണികണ്ഠൻ ശബരിക്ക് മോക്ഷം അഥവാ ബ്രഹ്മസായുജ്യം നൽകിയ സ്ഥലം ശബരിമല എന്നറിയപ്പെടുന്നു. ശബരിപീഠം ശബരിയുടെ സ്മാരകമായി ഇന്നുമുണ്ട്. ശിവന്റെ നിർദ്ദേശപ്രകാരം പുലിയുടെ രൂപത്തിലെത്തിയ ദേവേന്ദ്രനൊപ്പം മണികണ്ഠൻ പന്തളം കൊട്ടാരത്തിലേക്ക് തിരിച്ചു. വലിയ പുലിയുടെ പുറത്ത് അമ്പും വില്ലുമായി വരുന്ന മണികണ്ഠനെയും പുലിക്കുട്ടികളെയും കണ്ട് ജനം ഭയന്നോടി. വിജയശ്രീ ലാളിതനായി മകൻ മടങ്ങി വരുന്നത് കണ്ട് രാജശേഖര പാണ്ഡ്യൻ അത്ഭുതപ്പെട്ടു. പുലിപ്പുറത്ത് നിന്നിറങ്ങി മണികണ്ഠൻ പിതാവിനെ വണങ്ങി. അമ്മയുടെ അസുഖം മാറാനായി പുലിപ്പാൽ കറന്നെടുക്കണമെന്ന് അപേക്ഷിച്ചു. അമ്മയുടെ ദീനം മാറിയെന്നും പുലിപ്പാൽ വേണ്ടെന്നും പുലികളെ കാട്ടിലേക്ക് വിടണമെന്നും നിർദ്ദേശിച്ചു. ഒപ്പം വളർത്തുമകനിലെ സർവേശ്വര ഭാവവും അദ്ദേഹം ദർശിച്ചു. ഹരിഹരപുത്രനായ ധർമ്മശാസ്താവാണ് തന്റെ ദത്തുപുത്രനെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രാജ്ഞിയും മന്ത്രിയും നടത്തിയ ഗൂഢാലോചനയും അദ്ദേഹത്തിന് മനസ്സിലായി. ഇവരെ ശിക്ഷിക്കണമെന്ന് തീരുമാനിച്ചു. ഈ സമയത്ത് അഗസ്ത്യ മഹർഷി അവിടെ എത്തി. ഹരിഹരസുതനായ ധർമ്മശാസ്താവിന്റെ അവതാര രഹസ്യമെല്ലാം വ്യക്തമാക്കി. അതിന് പിന്നാലെ ഭക്തർക്ക് മുക്തി അരുളാനായി ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിക്കുന്ന കാര്യവും അവിടെ എത്തുന്ന ഭക്തർ എടുക്കേണ്ട വ്രതത്തെക്കുറിച്ചും ഭഗവാൻ അരുൾ ചെയ്തു. ഇതിനു പിന്നാലെ രാജ്ഞിയും മന്ത്രിയും ഭഗവാന്റെ കാൽക്കൽ വീണ് ക്ഷമ ചോദിച്ചു. ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. ക്ഷേത്രം നിർമ്മിക്കേണ്ട സ്ഥലം കണ്ടെത്താനായി ഭഗവാൻ അമ്പെയ്തു. ശരം ചെന്ന് വീണിടത്ത് അമ്പലം പണിയണമെന്ന് രാജാവിനോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് അമ്പ് വീണ സ്ഥലം ദിവ്യശക്തി ഉപയോഗിച്ച് ഭഗവാൻ കാട്ടിക്കൊടുത്തു. ശരം ചെന്ന് വീണത് ശബരി തപസ് ചെയ്ത മലയ്ക്ക് മുകളിലായതിനാൽ ആ സ്ഥലം പിന്നീട് ശബരിമല എന്ന് അറിയപ്പെട്ടു. രാജാവിന്റെ അനുഗ്രഹം വാങ്ങി മണികണ്ഠൻ ശബരിമലയിലേക്ക് പുറപ്പെട്ടു. ഭൂതഗണങ്ങളും വാവരും അകമ്പടി സേവിച്ചു. എരുമേലി, പേരുത്തോട്, കാളകെട്ടി, അഴുത, കല്ലിടാംകുന്ന്, ഇഞ്ചിപ്പാറക്കോട്ട, കരിമല എന്നിവ കടന്ന് പമ്പയിൽ ചെന്നു. അവിടെ കുളിച്ച് വിശ്രമിച്ച ശേഷം നീലിമല കയറി ശബരിമലയിലേക്ക് പോയി. മകരസംക്രമ മുഹൂർത്തത്തിലെ ഉത്രം നക്ഷത്രത്തിലാണ് ശബരിമലയിൽ പ്രതിഷ്ഠ നടത്തിയത്. എല്ലാ പാപങ്ങളിൽ നിന്നുമുള്ള മുക്തി നേടുന്നതിനാണ് കൊല്ലം തോറും ഭക്തർ ശബരിമല കയറി അയ്യപ്പ ദർശനം നടത്തുന്നത്.